സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. എൻ്റെ ഇടതുവശത്ത് കാണിക്കുന്ന ദൃശ്യം ഗാസയിൽ നിന്നുള്ളതാണ്. അനിയനെ ചുമലിലേറ്റി കരഞ്ഞുകൊണ്ട് നടന്നു നീങ്ങുകയാണ് ചേട്ടൻ. ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായ പാതയിലൂടെ ചെരുപ്പൊന്നും ഇടാതെയാണ് എങ്ങോട്ടെന്നില്ലാതെയുള്ള അവൻ്റെ പുറപ്പാട്. ഇതുപോലെ തീർത്തും സങ്കടം വരുന്ന വാർത്തകളും ദൃശ്യങ്ങളുമാണ് ഗാസയിൽ നിന്ന് വരുന്നത്. അടുത്ത ദൃശ്യം നോക്കൂ. ഒരു കുടുംബം തീർത്തും പൊട്ടിപ്പൊളിഞ്ഞ വാഹനത്തിൽ നിസ്സഹായമായ അവസ്ഥയിൽ ഗാസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്യുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന ആവലാതിയാണ് അവരുടെ മുഖങ്ങളിലുള്ളത്. ഗാസയിൽ നിന്ന് ഇങ്ങനെയുള്ള ദൃശ്യങ്ങളും വാർത്തകളും ഇസ്രയേൽ സൈന്യത്തിൻ്റെ ക്രൂരതകളുടെയും വാർത്തകളും ഒക്കെ വരുമ്പോഴും പ്രതീക്ഷകൾ അസ്തമിക്കാറായിട്ടില്ല എന്നുള്ള സൂചനയും ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ലോകരാജ്യങ്ങൾ ഓരോന്നായി പലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണയുമായി രംഗത്ത് വരുന്നതാണ് പ്രതീക്ഷയുള്ള ആ വാർത്ത. മാത്രമല്ല ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നു. എന്നാൽ മറുഭാഗത്ത് ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾ അങ്ങനെ തുടരുകയാണ്. ഗാസയിലെ കാഴ്ചകളാണ് ഉദ്ദേശിച്ചത്. അതാണ് ഏറ്റവും നിരാശാജനകമായ കാര്യം. ആ ക്രൂരത തടയാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സാഹചര്യങ്ങളെ നോക്കിക്കാണാനാണ് ഈ വീഡിയോ 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യം ഗാസയിലെ അവസ്ഥ പരിശോധിക്കാം. അതിനുശേഷം ഇസ്രയേലിനെതിരെ ലോകമെമ്പാടും നടക്കുന്ന നീക്കങ്ങളും അതിൻ്റെ പ്രതിഫലനങ്ങളും വിലയിരുത്താം. ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല എന്ന് നെതന്യാഹു ലോകത്തെ തന്നെ വെല്ലുവിളിക്കുകയാണ്. ഗാസ ആകെ കുഴപ്പത്തിലാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് ട്രംപ് ഒഴുക്കൻ മട്ടിൽ പറയുന്നു. പലസ്തീനു വേണ്ടി കടുത്ത അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാകുമ്പോഴും ലോകത്തെ ഒന്നാകെ വെല്ലുവിളിക്കുന്ന നെതന്യാഹു എന്തിൻ്റെ സൂചനയാണ് നൽകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നത്. ഇത്തവണത്തെ UN പൊതുസഭയിൽ പലസ്തീൻ വിഷയത്തിലുള്ള ചർച്ച തന്നെയായിരിക്കും പ്രധാനം എന്നത് ഉറപ്പായിരിക്കുകയാണ്. ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളുടെ പലസ്തീൻ പിന്തുണ അതിൻ്റെ തുടക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഖത്തർ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളും UN പലസ്തീനു വേണ്ടി അതിശക്തമായ രീതിയിൽ വാദിക്കുമെന്നും ഗാസയിൽ നടത്തുന്ന ക്രൂരതയ്ക്കെതിരെ ശബ്ദം ഉയർത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അമേരിക്കയും ഇസ്രയേലിനെയും ചോദ്യമുനയിൽ അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ നിർത്തും എന്നതും തീർച്ചയാണ്. ഇസ്രയേൽ സൈന്യം പറയുന്നതിനനുസരിച്ച് ഓരോ സ്ഥലങ്ങളിലേക്ക് നീങ്ങുകയാണ് ഗാസക്കാർ. അല്ലാത്തവരെ സൈന്യം കൊന്നൊടുക്കുന്നു. വടക്കൻ ഗാസയിലേക്ക് നീങ്ങുന്നവരെയും സൈന്യം ബോംബിട്ട് കൊല്ലുന്നുണ്ട്. കരയിലൂടെയും വ്യോമ മാർഗവും ഇതുവരെ ഇല്ലാത്ത ആക്രമണമാണ് ഇസ്രയേൽ ഗാസ സിറ്റിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഇനി തങ്ങളുടെ രക്ഷയ്ക്കെത്തുമെന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട മനുഷ്യരാണ് സ്വന്തം മണ്ണിനെ ഉപേക്ഷിച്ച് ഇങ്ങനെ നടന്നു നീങ്ങുന്നത്. ഏറ്റവും സങ്കടകരമായ കാഴ്ചയാണത്. ഗാസ സിറ്റി അക്ഷരാർത്ഥത്തിൽ അടിച്ചമർത്തുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത്. അൽ റഷീദ് തീരദേശ റോഡിലൂടെ എത്രയും പെട്ടെന്ന് വടക്കോട്ട് നീങ്ങുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്കൊപ്പം ചേരാനാണ് ഇസ്രയേൽ സൈന്യത്തിൻ്റെ അറബി വക്താവ് അവിച്ചേ ആദ്രൈ ഗാസ സിറ്റിയിലെ ജനങ്ങളോട് ആജ്ഞാപിക്കുന്നത്. ഗാസ സിറ്റിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു പോകാൻ പറ്റുന്ന ഒരേ ഒരു മാർഗമാണ് അൽ റഷീദ് തീരദേശ റോഡ്. അതിലൂടെയാണ് ജനങ്ങൾ വാഹനത്തിലും നടന്നും എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഗാസ സിറ്റി വിടുന്നത്. നമ്മൾ ഒരുപാട് ദൃശ്യങ്ങൾ ഇങ്ങനെ വിവിധ വെബ്സൈറ്റുകളിലും ചാനലുകളിലും കാണുന്നുണ്ട്. വടക്കൻ ഗാസയിലെ അൽ മവാസി പ്രദേശത്തേക്കാണ് സുരക്ഷിതത്വം തേടി ജനങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഓഗസ്റ്റിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെ ഏകദേശം 4.5 ലക്ഷത്തോളം മനുഷ്യർ പ്രദേശം വിട്ടുപോയി, ഗാസ സിറ്റി വിട്ടുപോയതായാണ് പലസ്തീൻ സിവിൽ ഡിഫൻസ് സാക്ഷ്യപ്പെടുത്തുന്നത്. ബാക്കിയുള്ളത് 1 ലക്ഷത്തോളം പേരാണ്. അവരും ഇപ്പോൾ ഗാസയിൽ നിന്ന് ജീവനും കയ്യിൽ പിടിച്ച് പലായനം ചെയ്യുകയാണ്. വലിയ വലിയ ടാങ്കുകളുമായി എത്തി ഇസ്രയേൽ സേന ഗാസ സിറ്റി ഇടിച്ചു നിരത്തുകയാണ്. അവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം ഇടിച്ചു നിരത്തുകയാണ്. എല്ലാത്തരം അടിസ്ഥാന സൗകര്യങ്ങളും തകർത്ത് കളഞ്ഞു. ഇതോടെയാണ് പലരും തീരദേശ റോഡിലേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങിയത്. തകർന്ന വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും മനുഷ്യരുണ്ടെന്ന് സന്നദ്ധ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിരക്കേറിയ അൽമവാസി പ്രദേശത്തേക്കാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഇവർ പോകുന്നത്. അവിടേക്ക് ഈ വീട്ടുപകരണങ്ങളും ഫർണിച്ചറുകളും കൊണ്ടുപോകാൻ വാഹനം വാടകയ്ക്കെടുക്കാനുള്ള ചെലവ് പലർക്കും താങ്ങാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തലച്ചുമടായൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ അൽ റഷീദ് റോഡിൽ കാണുന്നത്. ഇപ്പോൾ സുരക്ഷിത മേഖലയെന്ന് ഇസ്രയേൽ സേന പറയുന്ന സ്ഥലമാണ് ഈ അൽമവാസി. പക്ഷേ ഇങ്ങനെ സുരക്ഷിത മേഖലയെന്ന് പറഞ്ഞ സ്ഥലത്തും ആക്രമണം നടത്തി മനുഷ്യരെ കൊല്ലുന്നത് നെതന്യാഹുവിൻ്റെ സേനയുടെ വിനോദമാണ്. ക്ഷാമം കാരണവും ഗാസയിൽ മനുഷ്യർ മരിക്കുകയാണ്. അതെല്ലാം നേരത്തെ വന്ന റിപ്പോർട്ടുകളാണ്. ഗാസയിലെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇസ്രയേൽ സൃഷ്ടിച്ച ക്ഷാമം കാരണം 441 പേർ ഇതുവരെ മരിച്ചെന്നാണ് കണക്ക്. ആശുപത്രികൾക്കുള്ള ഇന്ധനം തടഞ്ഞും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ഇസ്രയേൽ സൈന്യം.
11 ദിവസത്തിലേറെയായി ഗാസ സ്ട്രിപ്പിൽ ഇന്ധനം എത്താത്തതിനാൽ ആശുപത്രികൾ ബുദ്ധിമുട്ടുകയാണ് എന്ന് സന്നദ്ധ പ്രവർത്തകർ പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മാനുഷിക പ്രതിസന്ധിയാണ് ആ തരത്തിൽ ഗാസയിൽ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഗാസയിൽ പ്രതിസന്ധി നിറയുമ്പോഴും ലോകമെമ്പാടും നെതന്യാഹുവും സൈന്യവും ഗാസയിൽ നടത്തുന്ന അതിക്രൂരമായ കൃത്യങ്ങൾക്കെതിരെ ഒന്നിക്കുന്ന കാഴ്ചയാണ് നമ്മൾ മറുഭാഗത്ത് കാണുന്നത്. ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചു കഴിഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയ്ക്ക് മുന്നോടിയായി നടന്ന പലസ്തീൻ ഇസ്രയേൽ സമാധാന ചർച്ചകൾ എന്ന സെമിനാറിലാണ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ പ്രഖ്യാപനം നടത്തിയെന്നതും പ്രത്യേകതയാണ്. ഇസ്രയേലിനും അമേരിക്കയ്ക്കും വലിയ രാഷ്ട്രീയ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുന്ന നീക്കമാണ് സത്യത്തിൽ ബ്രിട്ടനും കാനഡയും ഓസ്ട്രേലിയയും പോർച്ചുഗലും നടത്തിയിരിക്കുന്നത്. അവർ ഇസ്രയേലിന്റെ ഏകപക്ഷീയമായ നയങ്ങൾക്കെതിരെ കടുത്ത വെല്ലുവിളിയും ഉയർത്തുകയാണ്. ബ്രിട്ടനും കാനഡയും സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G7 രാജ്യങ്ങളാണ്, നമുക്കറിയാം. ഫ്രാൻസ് ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ പലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഫ്രാൻസും G7 രാജ്യമാണ്. അങ്ങനെയെങ്കിൽ G7 രാജ്യങ്ങളിൽ 3 രാജ്യങ്ങൾ പലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്നവരായി മാറും. ഓസ്ട്രേലിയ G20 കൂട്ടായ്മയിലെ അംഗമാണ്. ഇപ്പോൾ തന്നെ G20യിലെ 13 രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചു കഴിഞ്ഞു. അതായത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ ഇസ്രയേൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് G7ലും G20യിലും നടക്കുന്ന കാര്യങ്ങൾ അത് UN സഭയിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് അത്. അതായത് വലിയ രീതിയിൽ ഇസ്രയേൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല ബെൽജിയവും പലസ്തീൻ രാഷ്ട്രത്തെ UN-ൽ അംഗീകരിക്കുമെന്നാണ് റിപ്പോർട്ട്. അമേരിക്ക മാത്രമാണ് ഇപ്പോൾ ഇസ്രയേലിന് കൂട്ട്, പിന്നെ ഇറ്റലി, ജപ്പാൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ. ഈ പിന്തുണയുമായി എത്ര നാൾ നെതന്യാഹുവിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അധിക നാൾ കഴിയില്ല എന്നതാണ് ലോക രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നത്. അത് തന്നെയാണ് പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ തന്ത്രവും. ആര് പറഞ്ഞാലും കേൾക്കാത്ത നെതന്യാഹുവിനെ ഒറ്റപ്പെടുത്തി വരുതിയിലാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അവർ നടത്തുന്നത് എന്നതാണ് വിലയിരുത്തൽ. UN പൊതുസഭയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഇസ്രയേലിനെതിരായ പ്രമേയങ്ങളെല്ലാം അംഗീകരിക്കപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മറ്റൊരു വിലയിരുത്തൽ വരുന്നത്. ഐക്യരാഷ്ട്രസഭയിലെ 151 രാജ്യങ്ങളിൽ 78% രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ പലസ്തീൻ അനുകൂല നിലപാടിലാണ്. ഇത് UN-ൽ ചർച്ചകളിലും പ്രതിഫലിക്കും. അത് ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്രമേയം വന്നു കഴിഞ്ഞാൽ ആ പ്രമേയം വോട്ടിനിടുമ്പോൾ ഇത്രയും ഒരു പിന്തുണ കിട്ടുന്ന സ്ഥിതിക്ക് അത് പാസ്സാകാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടന്റെയും കാനഡയുടെയും നീക്കത്തിൽ കടുത്ത സമ്മർദ്ദത്തിലാണ് നെതന്യാഹു എന്നാണ് വിലയിരുത്തൽ. പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല എന്നൊക്കെയുള്ള ഈ പ്രഖ്യാപനം, നേരത്തെ നെതന്യാഹു നടത്തിയ പ്രഖ്യാപനം, ആ സമ്മർദ്ദത്തിന്റെ പ്രതിഫലനമായാണ് നിരീക്ഷകർ നോക്കിക്കാണുന്നത്. ട്രംപും ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളുടെ ഈ പുതിയ നിലപാടിൽ കടുത്ത ദേഷ്യത്തിലാണ് എന്നാണ് റിപ്പോർട്ട്. ഫ്രാൻസ് കൂടി പലസ്തീൻ അനുകൂല നിലപാടുമായി രംഗത്ത് വന്നാൽ അത് അമേരിക്കയും ഇസ്രയേലിനെയും കടുത്ത സമ്മർദ്ദത്തിലേക്ക് എത്തിക്കും എന്നതാണ് വിലയിരുത്തൽ. UN പൊതുസഭയിൽ ഇസ്രയേലിനെതിരെ വരുന്ന എല്ലാ നീക്കങ്ങളെയും എതിർത്ത് തോൽപ്പിക്കാനാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഒരു തീരുമാനം ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത്. അത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിജയിക്കാൻ സാഹചര്യമില്ല എന്നുള്ള ഒരു പൊതുവിലയിരുത്തലാണ് വരുന്നത്. അമേരിക്കയ്ക്ക് UN സെക്യൂരിറ്റി കൗൺസിലിൽ വീറ്റോ അധികാരമുണ്ട്, അല്ലെങ്കിൽ വീറ്റോ ശക്തിയുണ്ട്. പലസ്തീൻ്റെ UN അംഗത്വത്തെ തടയാൻ അമേരിക്ക എപ്പോഴും ഉപയോഗിക്കുന്നത് ഈ വീറ്റോ അധികാരമാണ്. എന്നാൽ G7ലെ ഈ വിള്ളല് 151 രാജ്യങ്ങളുടെ പിന്തുണയും അമേരിക്കയുടെ നയതന്ത്ര സ്വാധീനത്തെ ദുർബലപ്പെടുത്തുന്നു എന്നതാണ് സത്യം. അതായത് UN-ൽ ഉണ്ടാകുന്ന പലസ്തീൻ അനുകൂല പിന്തുണ അമേരിക്കയെയും ഇസ്രയേലിനെയും ദുർബലപ്പെടുത്തുന്നു എന്നുള്ള ഒരു പൊതുവിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതായത് UN പൊതുസഭ പലസ്തീൻ വിഷയത്തിൽ വലിയ ബലപരീക്ഷണത്തിന് വേദിയാകുമെന്ന് ഉറപ്പാവുകയാണ്. ഖത്തർ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളും പലസ്തീനു വേണ്ടി ശക്തമായി വാദിക്കും. ഗാസയിലെ വംശഹത്യ തന്നെയാണ് UN-ലെ പ്രധാന വിഷയമെന്ന് പറഞ്ഞുകൊണ്ട് തുർക്കി പ്രസിഡന്റ് തൊയ്ബ് എർദോഗൻ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇറാനും ഖത്തറും സൗദിയും എല്ലാം എന്തായാലും ഇസ്രയേലിനെതിരെ ശക്തമായി സംസാരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതെല്ലാം അമേരിക്കയെയും ഇസ്രയേലിനെയും ശക്തമായ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്നുണ്ട്. ഈ നീക്കങ്ങളും ചർച്ചകളും ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതയിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നതാണ് സമാധാനം ആഗ്രഹിക്കുന്ന ലോകത്തെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന UN പൊതുസഭ വളരെ നിർണായകമാണ് എന്ന് തന്നെ നമുക്ക് കാണാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പലസ്തീന് കിട്ടുന്ന പിന്തുണ ഗാസയിലെ ക്രൂരത അവസാനിപ്പിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത്
വാട്സപ്പ് ചാനലിലോ ഗ്രൂപ്പിലോ അംഗമാവുക. നന്ദി, നമസ്കാരം.